കേന്ദ്ര ഗവൺമെന്റിന്റെ അതേ അജണ്ട അതുപോലെ തുടരുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് നിർഭാഗ്യവശാൽ കുറച്ചു മാസങ്ങളായി കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. സവർക്കറിന്റെ ആശയം ശിരസിൽ സൂക്ഷിക്കുന്ന, തലച്ചോറിൽ സൂക്ഷിക്കുന്ന ശ്രീ വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ യുവജന വിരുദ്ധ നയങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകണം. നമ്മുടെ നാട്ടിലെ ചെറുപ്പം ഇന്ന് നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് മനുഷ്യത്വരഹിതമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ എല്ലാം മനസ്സിനകത്തൊരു കുളിരായി ആർദ്രമായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകമായ ഒരു മനുഷ്യൻ ഉയർന്നു വരുന്നത്. ഏതു പ്രതിസന്ധി കാലത്തും തെല്ലും പതറാതെ ഈ കേരളത്തെ മുമ്പോട്ട് നയിച്ച, എന്നും എക്കാലവും നമ്മുടെ ആവേശം, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, നവകേരളത്തിന്റെ ശില്പി സഖാവ് പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയന്റെ ഭരണത്തിന് ശേഷം ഇന്നെത്തിയിരിക്കുന്ന ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ, ജീവന് വില നൽകാത്ത ഗവൺമെന്റാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ സമ്മേളനത്തിന് വന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊല്ലത്ത് നീണ്ടകരയിലുള്ള ഒരു വീട്ടിൽ നിന്നാണ്. ഈ സമ്മേളനത്തിന് വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഞങ്ങൾ ആ വീട്ടിൽ പോയിരുന്നു. അവിടെ ഒരു അമ്മയുണ്ട്, പേര് രേഷ്മ എന്നാണ്. ആ അമ്മയുടെ ജീവിതം കേട്ടാൽ കണ്ണു നിറയുന്നതാണ്. രേഷ്മയുടെ കൺമുമ്പിൽ 3 തലമുറ ഇല്ലാതായിരിക്കുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. രേഷ്മയുടെ അച്ഛൻ, രേഷ്മയുടെ ഭർത്താവ്, രേഷ്മയുടെ മകൻ 3 പേരും കടലിൽ പോയി കാണാതായി. അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും മൃതശരീരം കിട്ടി. മകൻ എവിടെയാണെന്നറിയില്ല. 3 തലമുറയുടെ മരണം കൺമുമ്പിൽ കണ്ട രേഷ്മ എന്ന അമ്മ തൻ്റെ മകൻ എവിടെയെന്നറിയാതെ വിങ്ങിപ്പൊട്ടി ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഫിഷറീസ് മന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഈ നാടിൻ്റെ ഭരണ സംവിധാനം ഇടപെട്ടില്ല. ഈ നാടിൻ്റെ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയില്ല. മുഖ്യമന്ത്രി ഇടപെട്ടില്ല. ഒരു സംവിധാനവും, ഒരു തിരച്ചിലും ഉണ്ടായില്ല. അച്ഛനും ഭർത്താവും മകനും നഷ്ടപ്പെട്ട രേഷ്മ ഒരു ദിവസം വീട് വിട്ട് പുറത്തിറങ്ങി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പോയി അധികാരികളോട് പറഞ്ഞു, എൻ്റെ മകൻ എവിടെയെന്ന് നിങ്ങൾ കണ്ടെത്തിത്തരണം, അതുവരെ ഞാൻ ഇവിടെ വിട്ടുപോകില്ല. ഇന്നും വറ്റാത്ത കണ്ണുനീരുമായി കഴിയുന്ന രേഷ്മ എന്നൊരമ്മയുണ്ട്. ഇവിടുത്തെ ഭരണ സംവിധാനം ഈ നാടിനെ ചേർത്തു പിടിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ രേഷ്മയെ പോലെയുള്ള ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ. പ്രളയവും നിപ്പയും കോവിഡും വന്നപ്പോൾ ഈ നാട്ടിനെ ചേർത്തു പിടിക്കാൻ ഒരു നാഥനുണ്ടായിരുന്നു. ഇന്ന് മലയാളി പറയുന്നു, ഈ നാടിനെ ചേർത്തു പിടിക്കാൻ ഞങ്ങൾക്കൊരു നാഥനില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ മഹ്മൂദ് ദാർവേഷ് എന്ന പാലസ്തീൻ കവി പറഞ്ഞ വരികളുണ്ട്. ആഗ്രഹങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സുഹൃത്തെ, നമ്മുടെ നാട് വന്ധ്യമല്ല. ഓരോ നാടിനും ജനിക്കാനൊരു മുഹൂർത്തമുണ്ട്. ഓരോ പുലരിക്കും കലാപകാരിയുമായി ഒരു കൂടിക്കാഴ്ചയുണ്ട്. ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങളാണ് ഞങ്ങളുടെ സമരം ഏത് രൂപത്തിലാകണം എന്ന് നിർണയിക്കുന്നത്. രേഷ്മയെ പോലെയുള്ള അമ്മമാർ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ദുരിതാശ്വാസ ക്യാമ്പുകൾ ദുരിതക്കയങ്ങളായി മാറുന്ന കാലത്ത്, പുതിയ നിയമനങ്ങൾ കേരളത്തിൽ നടത്തില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ കാലത്ത്, വീട്ടിൽ ക്ഷേമ പെൻഷനുകൾ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്ന അച്ഛനമ്മമാർക്ക് അതിനി മുതൽ വീടുകളിൽ എത്തിക്കില്ല എന്ന് പറയുന്ന മനുഷ്യത്വ വിരുദ്ധ സമീപനമെടുക്കുന്ന വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ കാലത്ത് എങ്ങനെയാണ് നമുക്ക് വീടുകളിൽ ഇരിക്കാൻ കഴിയുന്നത്? അവിടെയാണ് പാലസ്തീൻ കവി പറയുന്നത് പോലെ ഓരോ പുലരിക്കും കലാപകാരിയുമായ ഒരു കൂടിക്കാഴ്ചയുണ്ട്. ആ കലാപകാരികളായി മാറാൻ ഞങ്ങൾ ഡിവൈഎഫ്ഐ തയ്യാറാണ്. സമരമുഖത്ത് ശക്തമായി ഇടപെടാൻ ഞങ്ങൾ ഡിവൈഎഫ്ഐ തയ്യാറാണ്. തെരുവുകളിലെ പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ ഞങ്ങളെ ഈ ഗവൺമെന്റ് നിർബന്ധിതമാക്കിയിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് ഈ നാടിനോട് പറയാനുള്ളത്. ഡിവൈഎഫ്ഐ കഴിഞ്ഞ നാളുകളിൽ സ്വീകരിച്ച പ്രവർത്തനങ്ങളുണ്ട്. പോരാട്ടങ്ങളും സമരങ്ങളും നടത്തും. ആ
അതോടൊപ്പം തന്നെ ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ, ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം നൽകും. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ പൊതിച്ചോറ് നൽകും. ഈ നാട്ടിൽ ആർക്കെങ്കിലും രക്തം ആവശ്യം വന്നാൽ രക്തം ദാനം ചെയ്യും. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാമെന്ന സമ്മതപത്രത്തിൽ ഒപ്പിട്ടു കൊടുക്കും. പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്കകത്ത് ഏർപ്പെടും. എൻഡോസൾഫാൻ ദുരിതബാധിതരായ മനുഷ്യർക്ക് വേണ്ടി നിയമപോരാട്ടം നടത്തി സുപ്രീം കോടതിയിൽ പോയി ആ ഇരകൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കും. രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യങ്ങൾ കവിതകളാകുമെന്ന് പറയുന്നത് പോലെ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഞങ്ങൾ സംഘടിപ്പിക്കും. ആ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അരുന്ധതി റോയ് വന്നു, കനിമൊഴി വന്നു, ഗീതാഞ്ജലി ശ്രീ വന്നു. ഞങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ശ്രീ പ്രകാശ് രാജാണ്. അങ്ങനെ ഈ നാട് ഞങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്.